ആര്യ, ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇഡിയുടെ പരിശോധന ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ 2 വീടുകളിലും ഒപ്പം ചെന്നൈയിലെ വീട്ടിലും നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ദുൽഖർ സൽമാനെ ഇഡി ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ എളംകുളത്തെ വീട്ടിലേക്കായിരിക്കും ദുൽഖർ സൽമാൻ എത്തുക. ഇവിടെയാണ് ആ പരിശോധന നടക്കുന്നത്. കാരണം മറ്റേ വീട്, പനമ്പള്ളി നഗറിലെ വീട്, അത് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇത്ര ഒരു സാധ്യത കുറവാണ്. എന്തായാലും ഇളംകുളത്തെ വീട്ടിലേക്കായിരിക്കും ദുൽഖർ സൽമാൻ വരുന്നത്. ഇവിടെ ഇഡി ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, ഓപ്പറേഷൻ ലുങ്കൂറിന്റെ ഭാഗമായിട്ടായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുക്കുകയും അതിൽ ആഡംബര വാഹനങ്ങൾ, അതിൽ ഈ നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭൂട്ടാനിൽ നിന്നും നികുതി തട്ടി ഇന്ത്യയിലെത്തിച്ച വാഹനം പിന്നീട് കേരളത്തിൽ വാങ്ങിയവരിൽ ദുൽഖറും ഒപ്പം തന്നെ അമിത് ചക്കാലിക്കലും പൃഥ്വിരാജും ഉണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ഇതിന്റെ ആവശ്യപ്പെട്ട ചില രേഖകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ദുൽഖർ സൽമാൻ ഇന്നുവരേക്കും ആ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. കസ്റ്റംസിന്റെ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനോ ചോദ്യം ചെയ്യുന്ന ഹാജരാകുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പിന്നീട് ദുൽഖർ സൽമാൻ നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിലടക്കം ഇന്നലെ ആശ്വാസകരമായിട്ടുള്ള, ദുൽഖറിന് ചെറിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പോലും അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി ദുൽഖർ സൽമാനോട് പറഞ്ഞിരുന്നു. ഒപ്പം ദുൽഖറിന്റെ കാർ വിട്ടുകൊടുക്കുന്നതിൽ എന്താണ് കസ്റ്റംസിന്റെ നിലപാട്, അതിലെന്തെങ്കിലും മാറ്റമുണ്ട്, ഇപ്പൊ കാർ വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉത്തരവിറക്കണമെന്നുകൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആ ഹർജി പരിഗണിച്ച് നിൽക്കുന്ന ആ ഹർജിയിലൊക്കെ ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു പരിശോധന കൂടി ദുൽഖർ സൽമാന്റെ വീടുകളിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫെമ ചട്ടലംഘനം നടന്നു എന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇഡിയുടെ പത്രക്കുറിപ്പിലടക്കം ഇതാണ് പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഈ കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടന്നു എന്ന് തന്നെയാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില രേഖകൾ ശേഖരിക്കുക എന്നതാണ് അടുത്ത ഘട്ടത്തിലായി നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന. ആ പരിശോധനയിലേക്കാണ് ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ കസ്റ്റംസും ഈ ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചത്. ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള രേഖകൾ, ഇത് ആരിൽ നിന്നാണ് വാഹനം വാങ്ങിയത്, ഇതടക്കമുള്ള രേഖകൾ കൃത്യമായി കസ്റ്റംസിനെ അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനോട് പോലും ദുൽഖർ സൽമാൻ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും അതിനെ തുടർന്ന് ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റംസിന്റെ നടപടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇഡിയും ഒരു പരിശോധനയിൽ കളഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇഡി പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മുൻപ് തന്നെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തി. ഇങ്ങോട്ടേക്കുള്ള എളംകുളത്തെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തും. ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അവിടെ വെച്ചായിരിക്കും ദുൽഖർ സൽമാനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക. എന്നാലും ദുൽഖറിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മറുപടി നൽകണം, തെളിവുകൾ സഹിതം ഹാജരാക്കണം. എങ്കിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോലും ദുൽഖറിന് ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഇഡി ആവശ്യപ്പെടുന്ന രേഖകളടക്കം സമർപ്പിച്ചേ മതിയാകും. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദുൽഖർ തെളിയിക്കേണ്ടതുണ്ട്. ഈ വാഹനം എവിടെ നിന്ന് വാങ്ങി, ആരിൽ നിന്ന് വാങ്ങി, ഇത് എങ്ങനെയാണ് ഇതിന്റെ പണമിടപാട് നടത്തിയത്, ഇതെല്ലാം ദുൽഖർ ഇഡിക്ക് മുന്നിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ലോക സിനിമ ഇതിനോടകം തന്നെ 300 കോടി കളക്ഷൻ നേടിയെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അതിലും ഇഡിക്ക് ചില സംശയങ്ങളുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലും ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അത് ചെന്നൈയിലെ ഓഫീസിലായിരുന്നു. അവിടെയും ഇഡി ഒരു പരിശോധന നടത്തിയിരുന്നു. അക്കാര്യങ്ങളിൽ കൂടി ഇഡി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കുറച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം ഒരു രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ 300 കോടി സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതൊക്കെ സംശയം ഇഡിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ആ ഒരു അന്വേഷണവും ഇതിന്റെ ഭാഗത്തു കൂടി ചേർത്ത് ഇഡി നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ദുൽഖർ സൽമാൻ എളംകുളത്തെ വീട്ടിലേക്ക് എത്തും. നവമി, അതായത് നമുക്കറിയാം, തുടക്കത്തിൽ ഈ കേസ് കസ്റ്റംസ് ഏറ്റെടുക്കുമ്പോൾ, ഈ ഓപ്പറേഷൻ ലുങ്കൂർ നടക്കുമ്പോൾ, ഈ അനധികൃതമായി ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിക്കൊണ്ട് വരുന്ന ഡീലർമാരിൽ നിന്ന് ഈ വാഹനം അനധികൃതമായി വാങ്ങുന്നു, കൃത്യമായ രേഖകളില്ലാത്ത വാഹനം വാങ്ങുന്നു, ടാക്സ് വെട്ടിക്കുന്നു എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ ഈ കേസിന്റെ ഗൗരവം തന്നെ മാറിയില്ലേ? പുതിയ മാനം വരികയല്ലേ ഈ കേസിന്?
അതെ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ആര്യ. കാരണം തുടക്കത്തിൽ ഇത് ഭൂട്ടാനിൽ നിന്നും സാധാരണ നമ്മൾ കേൾക്കുന്നത് ഈ പോണ്ടിച്ചേരിയിൽ നിന്നും നികുതി തട്ടിക്കുന്നതിന് വേണ്ടി സിനിമാ താരങ്ങളടക്കം വാഹനം വാങ്ങി അവിടെ രജിസ്റ്റർ ചെയ്യുന്നു എന്നതാണ്. പക്ഷെ ഇത്തരത്തിലൊരു ഭൂട്ടാൻ കേന്ദ്രീകരിച്ച് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതായത് ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ, അവിടെ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് കോയമ്പത്തൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം, ഒരു മാഫിയ സംഘം എന്ന് തന്നെ പറയാം. അവർ കുറഞ്ഞ വിലയ്ക്ക് ഈ വാഹനം വാങ്ങി അതിനുശേഷം ഈ ദുൽഖറിനെ പോലെ നടന്മാരെ പോലെ അല്ലെങ്കിൽ മറ്റ് വ്യവസായികളിലേക്ക് എത്തുമ്പോൾ വലിയ തുക ഈടാക്കിയാണ് അവർക്ക് നൽകുന്നത്. പക്ഷെ അതിൽ അവർക്ക് നികുതി വലിയ രീതിയിൽ കുറച്ചായിരിക്കും ഇവർക്ക് ഈ വാഹനം കൈപ്പറ്റാൻ കഴിയുക. ആ രീതിയിലേക്ക് വന്ന തട്ടിപ്പ് ചിലപ്പോൾ അതിൽ ഈ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുകൂടി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ വാഹനം സ്വന്തമാക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഈ വാഹനം ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് കേരള രജിസ്ട്രേഷനിലേക്ക് ഇവർ മാറ്റാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കാരണം അപ്പോൾ ഇവിടെ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ഈ നടന്മാരൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നായിരുന്നു കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഒപ്പം ഈ വാഹനം ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിരത്തുകളിൽ ഇറക്കിയ ദുൽഖറിന്റെ വാഹനത്തിൽ പോലും ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്ന് പോലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. പിന്നീട് ആ വാഹനം കെട്ടിവലിച്ചൊക്കെയായിരുന്നു കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ ഒരു രീതിയിലേക്ക് പോലും ഇവർ എന്തിനാണ് ഈ വാഹനം വാങ്ങുന്നത്? ഒരു വാഹന ക്രേസിനപ്പുറത്തേക്ക് ഇതിലേതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ പിടിച്ചെടുത്ത വാഹന ഉടമകളുടെ നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ വ്യവസായികളായിക്കോട്ടെ ഈ വാഹന ഉടമകളോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇവർ എവിടെ നിന്നാണ് വാഹനം വാങ്ങിയത്, ആരിൽ നിന്നാണ് വാങ്ങിയത്, എന്തുകൊണ്ടാണ് ഈ കേരള രജിസ്ട്രേഷനിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം നേരിട്ടത് എന്നീ കാര്യങ്ങളിലൊക്കെ കസ്റ്റംസിന് വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിനുള്ള ഉത്തരം ദുൽഖർ സൽമാനെ സംബന്ധിച്ച് കൊടുത്തിരുന്നില്ല. പക്ഷേ ദുൽഖർ നേരെ ഹൈക്കോടതിയിലേക്കാണ് പോയത്. ആ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന രീതിയിലേക്കായിരുന്നു ദുൽഖർ പോയത്. അപ്പോഴും കസ്റ്റംസ് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കുക, കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മാത്രമായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്ന്. പക്ഷെ അതിന് പോലും സഹകരിക്കാൻ ദുൽഖർ തയ്യാറാകുകയും ചെയ്തിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇഡി കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ നടനെ സംബന്ധിച്ച് ഇനി ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരായേ മതിയാവൂ. കാരണം ഇഡി പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊക്കെ കുറച്ചുകൂടി എന്ത് തെളിവുകളാണ് ഇവരുടെ പക്കലുള്ളത്, ദുൽഖർ സൽമാൻ ഇനി എന്തൊക്കെ രേഖകളായിരിക്കും ഹാജരാക്കേണ്ടി വരുന്നത്, ഇതെല്ലാം നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും ദുൽഖറിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രാവിലെ അദ്ദേഹം ചെന്നൈയിലായിരുന്നു, കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അത് ഇഡിക്ക് ഉണ്ട്. അതെല്ലാം ദുൽഖറിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയുക എന്നതായിരിക്കും അടുത്ത ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടായിരിക്കും ദുൽഖറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ദുൽഖർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ എളംകുളത്തെ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ദുൽഖറും പിതാവും മമ്മൂട്ടിയും ഇവിടെ ആയിരുന്നില്ല, ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം ഇവർ ചെന്നൈയിലായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ എളംകുളത്തെ വീടും പനമ്പള്ളിയിലെ വീട് അത് ലീസിന് കൊടുത്തിരിക്കുകയാണ്. ആ രണ്ട് വീടും അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. കസ്റ്റംസും ഈ രണ്ട് വീടുകളിലും വന്ന് പരിശോധന നടത്തുകയും ദുൽഖർ സൽമാന്റെ ഈ എളംകുളത്തെ വീട്ടിൽ നിന്നുമാണ് ആ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ആ വീടുകളിൽ വീണ്ടും പരിശോധന നടത്തുമ്പോഴാണ് ദുൽഖറിനോട് ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ അല്പസമയത്തിനുള്ളിൽ തന്നെ എളംകുളത്തെ വീട്ടിലെത്തും. ഇനി ഇവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഇഡിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് നടത്തിയ ഈ ഒരു പരിശോധനയിൽ അതിൽ കസ്റ്റംസിന് ഇപ്പോഴും അറിയാത്ത അല്ലെങ്കിൽ കസ്റ്റംസിന് ഇപ്പോഴും തെളിയിക്കാൻ കഴിയാത്ത ചില സംശയങ്ങൾ ഇപ്പോഴും കസ്റ്റംസിന്റെ പക്കലുണ്ട്. അതാണ് പിന്നീട് ഇപ്പോൾ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫെമ ചട്ട ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇഡിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ ദുൽഖർ സൽമാന്റെ വീടുകളിലും പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലൊക്കെ പരിശോധന നടക്കുന്നത്. എന്തായാലും ഈ വീടുകളിൽ പരിശോധന നടക്കുമ്പോൾ ഈ നടന്മാരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അമിത് ചക്കാലക്കലുമില്ല, പൃഥ്വിരാജുമില്ല. ദുൽഖറിനോട് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ദുൽഖർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഇഡിയുടെ ചോദ്യം ചെയ്യൽ. എന്താണ് ഇനി ഇഡി ദുൽഖറിന് ഇഡിയിൽ നിന്നും അറിയേണ്ടത്, എന്തൊക്കെ രേഖകളാണ് ആവശ്യപ്പെടുക, ഇതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും.